കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. നാം അവിടുത്തെ കൈക്കലെ ആടുകളാണ്. തനിക്കുള്ളവയെ അറിയുന്ന ദൈവം തൻ്റെ ആടുകളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നു. നക്ഷത്രത്തിന് അതിൻ്റെ പേര് ചൊല്ലി വിളിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കാനും അവിടുത്തെ കഴിയുന്നുണ്ട്. എൻ്റെ അർത്ഥം, ആ കർത്താവിന് നമ്മുടെ സകല വിഷയങ്ങൾ അറിയാതിരിക്കുക. നാളെ അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ വീര്യം പ്രവർത്തിക്കാനും അത്ഭുതം പ്രവർത്തിക്കാനും വിടുവിക്കാനും സഹായിക്കാനും സൗഖ്യമാക്കാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആഴമായൊരു വിശ്വാസം ഇന്ന് പ്രഭാതത്തിലും നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും പ്രശ്നങ്ങളെയാണ് നോക്കുന്നത്, പ്രതികൂലങ്ങളെയാണ് നോക്കുന്നത്, സാഹചര്യങ്ങളെയാണ് നോക്കുന്നത്. പക്ഷെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിവുള്ള, ഇതിന്മേലൊക്കെ ജയം നൽകാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ നായകനെയും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ പ്രശ്നങ്ങളെ നോക്കിയാൽ അതിന് പരിമിതിയില്ല, എങ്ങനെ തീരും. പക്ഷേ സർവശക്തൻ ഇതിന്മേലെല്ലാം ജയം കൊണ്ടാടിയവനാണ്, സൃഷ്ടിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി നിർമ്മിച്ച് തരാനും ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവനും. നമ്മുടെ വിഷയം നമുക്കത് വലുതാണ്, കർത്താവിനത് വലുതല്ല പ്രിയരെ. ആ വിശ്വാസം ഇന്ന് പകൽ നമ്മുടെ അകത്തൊന്ന് കത്തണം. എൻ്റെ ദൈവത്തിന് സകലവും കഴിയും, അവിടത്തേക്കൊന്നും അസാധ്യമല്ല, ഞാനത് അറിയുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും? സാഹചര്യങ്ങൾ നോക്കട്ടെ. രാജ്യങ്ങൾ നിങ്ങൾക്കെതിരാവാം, നിയമങ്ങളെതിരാവാം, കൈകൾ ശൂന്യമാകാം, കുരുക്കുകൾ മുറിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ നടുവിലും ഇറങ്ങി വന്ന് കുരുക്കുകളെ അഴിക്കാനും മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്നവനുമായ സർവശക്തൻ എൻ്റെ ദൈവമാണ്. അവിടത്തേക്ക് കഴിയുമെന്നൂടെ നമ്മളൊന്ന് വിശ്വസിക്കാനൂടെ തയ്യാറാവണം. നമ്മൾ പലപ്പോഴും മനുഷ്യർ പറയുന്ന അനേക വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഡോക്ടേഴ്സ് പറയുന്ന വാക്കാകട്ടെ, കുടുംബക്കാർ പറയുന്ന ചില പ്രസ്താവന, ഇത് കേട്ട് നമ്മൾ ക്ഷീണിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നതും നമ്മളത് ഏറ്റെടുക്കാറില്ല. മറ്റു പലതും കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്ത നെഗറ്റീവ് തോട്ട്സിലേക്ക് മാറിപ്പോകുന്നു. എന്നാൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ദൈവം, ഞാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ദൈവശബ്ദം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ഇതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാറില്ല. സൗഖ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ദൈവം, മറിച്ചുള്ള വാക്കുകൾ നമ്മെ വല്ലാതെ വേദനിപ്പിച്ച് നിരാശയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരാനാണ് സ്വർഗം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മളിൽ തന്നെ ഒതുങ്ങുകയാണ്. ചില വാക്കുകൾ നമ്മളെ ഒതുക്കുന്നുണ്ട്. രക്ഷപ്പെടില്ല എന്ന് സമൂഹം പറയുന്ന ചില വാക്കുകൾ നമ്മളങ്ങ് ഏറ്റെടുക്കുന്നു. പക്ഷേ ദാവീദ് എന്താ പറയുക? ദൈവത്തിങ്കൽ പോലും എനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ആ ദൈവം അവർ പറഞ്ഞ അതേ ഇടത്ത് എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ അതിമഹത്തായ പ്രതിഫലവും എൻ്റെ ദൈവമാണ് എന്ന് താൻ പ്രഖ്യാപിക്കാൻ തയ്യാറായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് ദാവീദ് പ്രഖ്യാപിച്ചു. മറ്റിടത്ത് പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും കണ്ടിട്ടില്ല. അതൊക്കെ തൻ്റെ അനുഭവമായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, അവിടെയും താൻ കാത്തിരിക്കുന്ന സർവശക്തനായ ദൈവം, വീണ്ടും ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ആഴങ്ങൾ തിരികെ കയറ്റുന്നവൻ, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ലെന്ന് 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു. ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ അകത്തോട് ഇന്ന് പകൽ വന്നെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി തീർന്നേനെ. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമാണ്.
ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. കൊരിന്ത്യർ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പൗലോസ്ലീഹ പറയുന്ന തൻ്റെ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന ചില വാക്കുകളാണ് നാം കേട്ടത്. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേട്ടുണ്ട്. ഉണർന്ന് ഇരിപ്പീൻ. നിരാശയകത്ത് കൊണ്ടുവന്ന് ഡെഡാക്കുന്ന മണ്ഡലങ്ങൾ, ബലം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, തീഷ്ണത കുറയുന്നു, ചാവാറായ ചില ശേഷിപ്പുകളായിത്തീരുന്നു. പക്ഷേ ആ ചാവാറായ ആകയാൽ മറ്റൊരിടത്ത് എഫെസ്യലേഖനത്തിൽ പറയും, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീൻ, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കണം. ക്രിസ്തു നമ്മുടെ അകത്ത് പ്രകാശിച്ചാൽ, ദൈവ സാന്നിധ്യം അകത്ത് വന്നാൽ നമുക്ക് ഉണർന്നിരിക്കാനേ പറ്റുള്ളൂ. അക്ഷരിക ഉറക്കമല്ല പറയുന്നത്. ആത്മീകത്തിൽ ഡൗണായി, പ്രാർത്ഥനയിൽ ഡൗണായി, വിശ്വാസത്തിൽ ഡൗണായി, ഉണർന്നിരിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ ഒതുക്കപ്പെടുന്ന കാരാഗ്രഹം പോലെയുള്ള അനുഭവങ്ങൾ കൊണ്ടുവന്ന് ആത്മജീവിതത്തെയും കുടുംബജീവിതത്തെയും തളർത്തിക്കളയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്ന് പകൽ വരുമ്പോൾ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഉണരാനിടയായിത്തീരും. ഉണർന്നിരിക്കണം. കാരണം ഏത് സമയത്താണ് പിശാച് വരുന്നതെന്നറിയില്ല. ഉറങ്ങുമ്പോഴാണ് കളകൾ വിതയ്ക്കുന്നത്. നമ്മൾ അക്ഷരീകമായിട്ടല്ല, ആത്മീകമായി ഉറങ്ങുമ്പോൾ, ശോഷിക്കുമ്പോൾ, ബലം നഷ്ടപ്പെടുമ്പോൾ നാം അറിയാതിരിക്കെ വന്ന് കളകൾ വിതയ്ക്കും. അത് പിന്നീട് വളരും, നമ്മളെ കീഴ്പ്പെടുത്താനിടയായി തരും. പക്ഷേ ഒരാത്മീകൻ ഏതു സമയത്തും ആത്മാവിൽ ഉണർന്നിരിക്കണം. റെഡ് അലർട്ടായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൻ്റെ ജനത്തെ ബുദ്ധി നാളുകളായി നിന്നെ ഒതുക്കുന്ന, നിൻ്റെ മൈൻഡിനെ ഇടിക്കുന്ന, നിന്നെ മയക്കുന്ന അഭിഷേകത്തോടെ നിൽക്കുവാൻ കഴിയും. ഒരു ദിവസം നീ ആരാധിക്കുന്നു, ഒരു ദിവസം നീ പ്രാർത്ഥിക്കുന്നു, പിറ്റേ ആഴ്ച നിനക്ക് പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥനയ്ക്ക് പോകാനോ ആരാധിക്കുവാനോ കഴിയാതെ വണ്ണം നിന്നെ ഉറക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ പകൽ ശാസിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു നിന്റെ മേൽ ഇന്ന് പകൽ ഉദിക്കട്ടെ. ആകയാൽ ഉണർന്ന് ഇരിപ്പീൻ. അടുത്ത ഭാഗം, വിശ്വാസത്തിൽ നിലനിൽക്കണം. കാരണം ഒരു ദിവസം നിലനിൽക്കും, സ്ട്രോങ് ആയി നിൽക്കും. ചില വിടുതൽ കാണുമ്പോൾ, ചില സൗഖ്യം കാണുമ്പോൾ, വഴി തുറക്കുമ്പോൾ. പക്ഷെ അടുത്ത ദിവസം നീ പതറിപ്പോകുന്നു, നമ്മൾ നിരാശപ്പെടുന്നു, നിലനിൽക്കാൻ കഴിയുന്നില്ല. നിലനിൽക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. കാര്യസാധ്യത്തിനോ അല്ല ഒരു വഴി തുറന്നതോ കൊണ്ടോ നിൽക്കാനല്ല, മറിച്ച് ക്രിസ്തുവിന് വേണ്ടി പ്രതികൂലം സഹിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ പതറുകയില്ല എന്ന് പറയുന്ന ആത്മാവിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ സകലയും ജയിക്കണം. അവർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, രാജ്യങ്ങളെ പിടിച്ചെടുത്തു, വാഗ്ദത്തം പ്രാപിച്ചു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ വായടച്ചു. നമുക്കൊരു ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നിലനിൽക്കണം. കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നിലനിൽക്കാൻ എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും, പ്രതിസന്ധി വരുമ്പോഴും, എതിർപ്പുകൾ വരുമ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിലും തേടുന്നത്. പറയാൻ എളുപ്പമാണ്. പൗലോസ്ലീഹയ്ക്ക് ഒത്തിരി അനുഭവങ്ങളോടെ പോയതല്ലേ. പുതിയ നിയമ അഭിഷക്തന്മാർ അനേക പ്രതിസന്ധികളെ ജയിച്ചവരല്ലേ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നോക്കൂ. അവരിറങ്ങിത്തിരിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവരിറങ്ങിയത്. ഒന്നും അവർ വീട്ടിൽ നിന്ന് മേടിച്ചില്ല. പ്രതികൂലമായിരുന്നു, അടികളേറ്റു. പക്ഷേ അവർ വിശ്വാസത്തിൽ നിലനിന്നത് കൊണ്ടാണ് അടുത്ത ഒരു ജനറേഷൻ സ്ട്രോങ് ആയിട്ട് കർത്താവിങ്കിലേക്ക് തിരിയാനിടയായിത്തീർന്നത്. പക്ഷേ അതിനുശേഷം വന്ന ജനറേഷനൊക്കെ അനുഭവമില്ലാത്തവരായിപ്പോയി. വിശ്വാസത്തിൽ നിലനിൽക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. പുരുഷത്വം കാണിക്കണം. ധൈര്യപൂർവ്വം പ്രതിസന്ധികളെ നേരിടണം, കരുത്തോടെ നേരിടണം. സ്തോത്രം. പതറാടെ നേരിടണം. ഒരു
പട്ടാളക്കാരൻ എങ്ങനെ യുദ്ധമുഖത്തേക്ക് ചെല്ലുന്നോ അരകെട്ടിക്കൊണ്ട് മൂവ് ചെയ്യാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രതിസന്ധികളെ നോക്കാതെ, പ്രതികൂലങ്ങളെ നോക്കാതെ, ദുഷ്ടശക്തികളെ നോക്കാതെ, ആരവാരങ്ങളെ മൈൻഡ് ചെയ്യാതെ പുരുഷത്വം കാണിക്കാൻ ധൈര്യത്തോടെ മുൻപോട്ട് വരാൻ നമ്മൾ തയ്യാറാവണം. അടുത്ത ഭാഗം ശക്തിപ്പെടണം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് പറ്റില്ല, ബുദ്ധിമണ്ഡലം കൊണ്ട് പറ്റില്ല, നിൻ്റെ മണി പവർ കൊണ്ട് പറ്റില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ തയ്യാറാകുമെങ്കിൽ സകല അന്ധകാര മണ്ഡലങ്ങളെയും തകർക്കാൻ ഒരു ബലം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. സ്തോത്രം. ആത്മാവിൽ ശക്തിപ്പെടണം, ദൈവവചനത്തിൽ ശക്തിപ്പെടണം, പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് മുൻപോട്ട് വരുമെങ്കിൽ സകലത്തെയും ജയിക്കാൻ, സകലത്തെയും കാൽക്കീഴാക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അവയിലൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വചനം നിമിത്തം ഈ പകൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദൈവശക്തി വരട്ടെ. നിങ്ങളുടെ ആരാധനയിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ പകൽ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവശക്തി എൻ്റെ മേലെന്ന് വരണം. എൻ്റെ തലമുറകളെ ഡെഡായ എൻ്റെ വിഷയത്തിന്മേൽ അങ്ങനെ ശക്തി ഇന്ന് പകലൊന്ന് വെളിപ്പെടുത്തണമേ. തളർന്നിരിക്കുന്ന എൻ്റെ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മ ശക്തി ഒന്ന് വെളിപ്പെടുത്തണമേ. ശക്തി പുറപ്പെട്ടാൽ ചില അടിസ്ഥാനങ്ങൾ ഇന്ന് പകൽ കുലുങ്ങണം. ചങ്ങലകൾ പൊട്ടിമാറണം. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കണം. ഇന്ന് പകൽ ആ ശക്തി നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നാളുകൾ നിങ്ങളെ തളർത്തുന്ന വിഷയങ്ങളുടെ മേൽ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ശക്തി ഞങ്ങളുടെ മേൽ നിന്ന് പുറപ്പെടണമേ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഉണർന്നിരിക്കാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ, പുരുഷത്വം കാണിപ്പാൻ, ദൈവശക്തി ഞങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടാൻ ഈ പകൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അമിത ബലം, സകലത്തെയും ജയിക്കുന്ന, ഓവർകം ചെയ്യുന്ന അമിത ബലം ഇന്ന് പോകട്ടെ. ഞങ്ങളുടെ ശരീരത്തിൽ ആ ശക്തി വ്യാപരിക്കട്ടെ. ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 12 സംവത്സരമായ പ്രതിസന്ധികൾ തകർന്നു പോയപ്പോൾ അവൾ സ്വതന്ത്രയായി ബാധയൊഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ പുറപ്പെടുമ്പോൾ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട വിടുതൽ ലഭിക്കട്ടെ. ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകും. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പുരുഷത്വം കാണിപ്പീൻ, ആത്മാവിൽ ഉണർന്നിരിപ്പീൻ. ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ പകൽ നമ്മുടെ മേൽ വ്യാപരിക്കാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചന കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.